ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയാസ് നാച്ചുറൽസ്. ഇന്ന് നമ്മളൊരു ചെറിയ വ്ളോഗാണ് കാണിക്കുന്നത്. ഞാൻ ഇന്ന് എൻ്റെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങൾ വാങ്ങാനായിട്ട് പാരീസ് കാർണറിലേക്ക് പോവുകയാണ്. ചെന്നൈയിലുള്ള പാരീസ് കാർണറിലേക്ക് പോവുകയാണ്. സോ അവിടെ നിന്ന് ഞാൻ ഓർഗനൈസിങ്ങിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് കാണിക്കാനാണ്. നമുക്ക് ഈ പാരീസിലാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഹോൾസെയിൽ റേറ്റിൽ തന്നെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഓരോരോ പ്രോഡക്റ്റിനും നമുക്ക് ഓരോരോ സ്ട്രീറ്റാണ്. ആ സ്ട്രീറ്റ് നമ്മൾ കണ്ടുപിടിച്ച് പോയി വാങ്ങണം. ലൈക്ക് ഞാനിപ്പോൾ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടോ എന്ന് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഓർഗനൈസിങ് ചെയ്ത് വെക്കാനായിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ളത് നമുക്ക് കുറേ നമുക്ക് ഈ ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിലുള്ള ബീഡ്സൊക്കെ നമുക്ക് വന്നിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ബോക്സ് വേണം. കുറേ കാലം കൊണ്ട് തപ്പി നടക്കുകയായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 ബോക്സ് വാങ്ങിയിട്ടുണ്ട്. സോ ഇതൊക്കെ നമുക്ക് വന്നിട്ട് നമുക്ക് ഈ ബീഡ്സും കാര്യങ്ങളും അതേപോലെ ചാംസൊക്കെ നമുക്ക് ഈ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ നമുക്കത് മിസ്സാവില്ല, അല്ലെങ്കിൽ എൻ്റെ കുട്ടി എടുത്തുകൊണ്ട് പോയി മിസ്സാക്കും. സോ അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് ഈ ഓർഗനൈസിങ്ങിന് വേണ്ടിയിട്ട് ഈ ബോക്സ് വാങ്ങാനല്ല പോയത്. ലൈക്ക് എനിക്ക് അർജൻറ്റായിട്ട് ലിപ് ബാമിൻ്റെ കുറേ ഓർഡർ ഉണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് ഒരു 200 ലിപ് ബാം ഒരാളിന് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ ബ്രാൻഡിൽ ചെയ്ത് കൊടുക്കാനായിട്ട്. സോ അതിന് നമുക്ക് നോർമലായിട്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ഇട്ടാണ് വാങ്ങുക. അവർ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഡെലിവറി ചെയ്യുന്നത്. സോ എനിക്ക് നാളെ തന്നെ ലിപ് ബാം കൊടുക്കണമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് പോയി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. സോ അപ്പോഴാണ് ഞാൻ ഈ ഐറ്റം കണ്ടപ്പോൾ തന്നെ ശരി, ഓക്കെ, നമ്മൾ കുറേ ദിവസം കൊണ്ട് ഇത് വാങ്ങണമെന്ന് വിചാരിച്ചതാണല്ലോ എന്ന്. ഇതിൽ 3 സൈസായിട്ടാണ് വാങ്ങിയത്, ചെറുത്, വലുത്, അതിനെക്കാട്ടിലും കുറച്ച് വലുതായിട്ട്. സോ ഇത് ചെറുതിലാണെങ്കിൽ നമുക്ക് ഈ കമ്പാർട്ട്മെൻറ്റൊക്കെ വന്നിട്ട് കമ്മലൊക്കെ ഇട്ട് വെക്കാൻ പോലും വളരെ യൂസ്ഫുള്ളാണ്. ആൾറെഡി എൻ്റെ കയ്യിലൊന്നുണ്ട്, ഞാൻ ഇതിൽ കമ്മലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതുപോലെ നമുക്ക് വാങ്ങിച്ച് വെക്കുമ്പോൾ നമുക്ക് എല്ലാം ഒന്നിൻ്റെ കൂടി ഒന്നും മിസ്സാവാതിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ്. സോ ഇപ്പം ഞാൻ മെയിനായിട്ട് വാങ്ങാൻ പോയ കാര്യം ഇതാണ്. ലൈക്ക് ഞാൻ ലിപ് ബാമിനുള്ള കണ്ടെയ്നേഴ്സ് വാങ്ങാൻ പോയതാണ്. ഇത് വന്നിട്ട് അക്രലിക് ജാറിലുള്ള കണ്ടെയ്നറാണ് ഞാൻ ഈ പ്രാവശ്യം വാങ്ങിയത്. ആൻഡ് ആ ക്ലയൻറ്റ് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചതെന്തെന്ന് വെച്ചാൽ അക്രലിക് ബോട്ടിൽ തന്നെ വേണം, അതുപോലെ തന്നെ ഗോൾഡൻ കളർ ലിഡ് ഉള്ളത് വേണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആൾറെഡി ഗോൾഡൻ കളർ ലിറ്റാണ് ചെയ്യുക. ഞാൻ എന്നാലും അവരോട് ചോദിച്ച് ബ്ലാക്ക് കളർ മതിയോ എന്ന്. ഇല്ല, ഗോൾഡൻ കളർ തന്നെ വേണം എന്ന് പറഞ്ഞു. സോ ദാറ്റ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് 15 ഗ്രാമിൻ്റെതാണ് വേണമെന്ന് പറഞ്ഞത്. സോ ഞാൻ 15 ഗ്രാമിൻ്റെ ഗോൾഡൻ കളർ ലിറ്റുള്ള അക്രലിക് ബോട്ടിൽ ഒരു 200 വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് അവിടേക്ക് ഞാൻ സ്റ്റേ ചെയ്തിരിക്കുന്നിടത്ത് നിന്ന് അവിടെ പോകാൻ തന്നെ അറൗണ്ട് 1.5 hour ആവും. അത് ബസ്സിൽ ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ നല്ല വെയിലും കാര്യങ്ങളും കാണും ഉച്ചയ്ക്കൊക്കെ. സോ ഞാൻ ഏകദേശം 11 മണിയായപ്പോഴൊക്കെയാണ് തിരിച്ചത്. പോയി എല്ലാം വാങ്ങിയിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ 5 മണി കഴിഞ്ഞു. സോ എല്ലാം കൊണ്ടുവന്നപ്പോൾ തന്നെ എൻ്റെ മോൾക്ക് കാണണം അതെന്താണ് ഏതാണെന്നൊക്കെ. സോ അവളുടെ അടുത്ത് എല്ലാം കാണിച്ചു. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾക്കും എല്ലാം കാണിച്ചിട്ട് ഇനി അടുത്ത് നമുക്ക് വല്ലതും കഴിച്ചിട്ടാണ് നെക്സ്റ്റ് നമ്മൾ ലിപ് ബാം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കേണ്ടത്. സോ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്ത് എനിക്ക് വലിയ മുൻപരിചയമൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ മാത്രമാണ് ഇത് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയത്. സോ അതുകൊണ്ട് എനിക്ക് പോയയിടത്ത് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ നല്ല വെയിലും ആയതുകൊണ്ട് പോയി വാങ്ങി വന്നു. സോ ഞാൻ ആദ്യം വിചാരിച്ച ഒരു വ്ളോഗ് പോലെ എന്തൊക്കെ ഉണ്ട് എല്ലാം കാണിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വെയിൽ കണ്ടപ്പോൾ മതിയായി. ഓക്കെ, നമുക്ക് പോയ കാര്യം നടത്തിയിട്ട് വരാമെന്ന്. സോ അതുകൊണ്ടാണ് ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.